ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, ഇവളെ വിധവയാക്കണമെന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. അവരുടെ നോട്ടം കണ്ട അമ്മയപ്പ ദഹിപ്പിക്കാൻ തോന്നുമല്ലോ. ഇവളുടെ നോട്ടത്തില് ഇവൾക്ക് ആന്റി മാത്രമാ സുന്ദരി. ഞങ്ങൾ ആരും സുന്ദരിയും അല്ല സുന്ദരന്മാരും അല്ല. അല്ലെന്നാര് പറഞ്ഞോ? എല്ലാരും സുന്ദരികളും സുന്ദരന്മാരുമാ. എന്നിട്ട് മോള് ഡാൻസ് ടീച്ചറിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ. ടീച്ചറുടെ വീട്ടിൽ വെച്ചേ ടീച്ചർ വരയ്ക്കുന്ന ഒരു പടം കണ്ടില്ലേ? അതെ, ഋതിക ആന്റിയുടെ പിറന്നാളിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാന് സർപ്രൈസ്. അതുകൊണ്ട് ആ പടം കണ്ട കാര്യം ഋതിക ആന്റിയോട് മോള് പറയരുത്. ടീച്ചർ കുറച്ചുനേരല്ലേ എന്നോട് സംസാരിച്ചോളൂ. ഈ സമ്മേളനം പിരിച്ചുവിടാൻ വല്ല ഉദ്ദേശമുണ്ടോ? എന്താണ് ഇനി അങ്ങനെ ചോദിക്കണത്? അല്ല, ആഹാരം കഴിക്കുന്നുണ്ടോന്ന് അറിയാനാ. ഇതെന്ത് ചോദ്യം വരാതമ്മേ? ഇതല്ലേ നമുക്ക് പ്രധാനം. ഞാനെപ്പോഴേ റെഡി. അയ്യോ, മരുമോളിരിക്കുന്നില്ലേ? മരുമോളിരിക്കേ, അല്ലെങ്കിൽ അമ്മായി അമ്മയ്ക്ക് ആഹാരം ഇറങ്ങത്തില്ല. ഇങ്ങനെ സ്നേഹമുള്ള അമ്മായിമ്മമാരുണ്ടായിരുന്നെങ്കിൽ വീട്ടിലുള്ളവർക്ക് എന്താ ഒരു സമാധാനം. ഭക്ഷണം കഴിക്കുമ്പം എനിക്ക് സമാധാനം വേണം വേണുവാശാനെ. അതുകൊണ്ടാ ഞാൻ മരുമോളോട് ഇരിക്കാൻ പറഞ്ഞത്. മോളെ, നീ ഇരിക്കെ. അമ്മ സമാധാനത്തോടെ ആഹാരം കഴിക്കട്ടെ. ഇവരെന്നോട് വഴക്കുണ്ടാക്കാനുള്ള വഴി നോക്കൂ അമ്മേ. കൊറേ നാളായിട്ട് നിന്നോട് ഞാൻ എന്തെങ്കിലും വഴക്കുണ്ടാക്കുന്നുണ്ടോ? വഴക്കുണ്ടാക്കാത്തത് അവളെ പേടിയായുണ്ടാ. അതിവിടെ എല്ലാവർക്കും അറിയാം. എനിക്ക് ആരോടും ഒരു വഴക്കും ഇല്ല. എനിക്ക് ആകെ വഴക്കുള്ളത് എന്റെ മോനോട് മാത്രം. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആഹാരം കഴിക്കുന്ന വീട്ടില് സമാധാനവും സന്തോഷവും ഉണ്ടാവും. വേണുവാശാൻ ആ പറഞ്ഞത് ശരിയാ. നമ്മുടെ വീട്ടില് വല്ലപ്പോഴും വല്ല പൊട്ടല ചീറ്റല ഉണ്ടാകുന്നതൊഴിച്ചാ എന്തൊരു സമാധാനമല്ലേ. എന്തിനാ ജയന്റെ അമ്മേ ഒത്തിരി കാശും മണിമാടിയൊക്കെ? സമാധാനമാണ് ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങൾ രണ്ടുപേരും എന്താ മിണ്ടാവൃതത്തിലാണോ? ഇല്ല രാധമ്മേ, ഇവിടെ അങ്കിളും വല്യമ്മയും തമ്മിൽ സംസാരിക്കല്ലേ. അതാ ഞാന് രാജു ഒന്നും മിണ്ടാതിരുന്ന. അല്ലേ രാജു? അതെ രാജു. അല്ല, അതെ മാഡം. നിനക്കിതെന്തു പറ്റി? ചില സമയത്ത് എന്റെ അളി ഇങ്ങനെ കിളി പോയ പോലെ വർത്താനം പറയും. രാജമോഹന്റെ മനസ്സിൽ എപ്പോഴും വർമ്മ സാറും കുറെ ഫയലുകളും മാത്രം. അതാ കിളി പോയതുപോലെ ഇരിക്കുന്നത്. എന്നാ വീട്ടിൽ വരുമ്പോഴെങ്കിലും ആ ഫയലൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റണ്ടേ? ഭാര്യയോട് അല്പം സ്നേഹം കാണിക്കണ്ടേ? ഓ, എനിക്ക് എന്റെ ഭാര്യയുടെ സ്നേഹമില്ലെന്ന് ചേച്ചിയോട് ആര് പറഞ്ഞു? അത് രാജു പറഞ്ഞത് ശരിയാണ് കേട്ടോ പ്രിയച്ചി. എന്നോട് ഒരു സ്നേഹക്കുറവും രാജു ഇതുവരെ കാണിച്ചിട്ടില്ല. അതൊക്കെ ചേച്ചിക്ക് തോന്നുന്നത്.
അല്ലേ രാജു? രാധമ്മേ ഇങ്ങെടുക്ക്. ആ ദാ രാജു കറി കുറച്ച് ഒഴിക്കട്ടെ. നിങ്ങൾ എല്ലാവരും മാതൃകയാക്കേണ്ടത് എന്നെയും എന്റെ ഭാര്യ പ്രിയയാണ്. ഞങ്ങളുടെ തമ്മിൽ വല്ലപ്പോഴും ഒരു വഴക്കുണ്ടാകും. അതൊക്കെ ഈ കമ്പിത്തിരി കത്തുന്നത് പോലെ അതപ്പം തന്നെ അങ്ങ് തീർന്നോളൂ. അല്ല അതവൻ പറഞ്ഞത് ശരിയാ. പക്ഷേ കമ്പിത്തിരിക്കിടയ്ക്ക് ചില ഓലപ്പടക്കവും പൊട്ടും. അതാ ഇവന്റെ കരണത്ത് വന്ന് പൊട്ടുന്നത്. അതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും? അത് പാരമ്പര്യ. പണ്ട് എന്റെ അച്ഛനിട്ട് കിട്ടിയ പോലെ. വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും പറയില്ലേ അമ്മേ. ഞാൻ എന്റെ ജയേട്ടനോട് അങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ല. പിന്നെ കള്ളുകൂടി നിർത്താൻ വേണ്ടി ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. മതിയാക്കിയോ രാജു? മതിയാക്കി. എന്നാ എഴുന്നേറ്റോ? ഇത് ഒത്തുകളി നാടകമോ? തവളക്കുഞ്ഞിനെയല്ലേ നീന്താൻ പഠിപ്പിക്കുന്നത്? സാധാരണ ഞാനിവിടെ വരുമ്പോ എപ്പോഴും അയാൾ ഇവിടെ കാണും. നിന്റെ കുഞ്ഞമാവനല്ലേ? എനിക്ക് അയാള് മാവനൊന്നുമല്ല. അയാളെ കാണുമ്പോ തന്നെ കലിയ മനസ്സിൽ വരുന്നേ. എടാ അവനെ എസ്റ്റേറ്റിലേക്ക് കെട്ടിയെടുത്തിരിക്ക. അവിടെ നല്ല കാടൊക്കെയുള്ള സ്ഥലമല്ലേ അമ്മേ. അയാളെ വല്ല പുലിയും പിടിച്ചിരുന്നെങ്കി. പുലിയല്ല, അവനെ കടുവയെടുക്കും. വരട്ടെ, ശല്യം മൂത്ത ഒരാളെ ഞാനങ്ങ് വിടും കാട്ടിലേക്ക്, കടുവയുടെ വേഷത്തില്. എടാ ഇവളെ വിധവയാക്കണമെന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. അവരുടെ നോട്ടം കണ്ട അമ്മയപ്പോ ദഹിപ്പിക്കാൻ തോന്നുമല്ലോ. അവളെ ഈ വീടിന്റെ തെക്കേപ്പുറത്ത് ഞാൻ ദഹിപ്പിക്കും. അതിനുള്ള ഒരുക്കങ്ങളാ ഞാൻ ചെയ്യാൻ പോകുന്നേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നേരിട്ട് പറയടാ. എന്തിനാ രഹസ്യം പറിച്ചില്? എനിക്ക് സംസാരിക്കണേ സംസാരിക്കാൻ തന്നെ ചെയ്യും. നോവിനാലേ